ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൂടുതൽ നിന്ന് വിൽക്കപ്പെടാതെ കിട്ടുന്ന അടി വാങ്ങിച്ച് ഓടാം. ശരി മേഡം. അവിടെ വെച്ചേക്ക്. ഇനി ആ കയറെടുത്ത് കെട്ട്. അവരെത്തിന്നാ തോന്നുന്നേ. ഐശ്വര്യ, ഐശ്വര്യ, ഐശ്വര്യ ചേച്ചി, ചേച്ചി, ഐശ്വര്യ. അർജുൻ സർ, ആരവരൊക്കെ എന്തിനെന്നെ പിടിച്ചോണ്ട് വന്നേ? എന്റെ കെട്ടഴിക്ക്. അയ്യോ, എന്റെ കൈ കണ്ടോ? എന്തിനെന്നിങ്ങനെ ദ്രോഹിക്കുന്നേ? ഐശ്വര്യ, അതെങ്ങനെയാ സാറേ? ഇത്രയും പൈസക്ക് ഒരു കൊട്ടേഷൻ എടുത്തിട്ടേ വിടാൻ പറഞ്ഞ അങ്ങ് വിടാൻ പറ്റുമോ? ഓഹോ, കൊട്ടേഷനാണോ? ആരുടെ കൊട്ടേഷൻ? രമാദേവി മേഡത്തിന്റെ കൊട്ടേഷനാ. കല്ലുകെട്ടി കടലിൽ കളയാനാ പറഞ്ഞേക്കുന്നത്. അവള് എന്നെ ചതിച്ചു എന്നറിഞ്ഞ നിമിഷം തന്നെ അവളെ കൊന്നു വല്ല പുഴയിലോ കടലിലോ എറിയേണ്ടതായിരുന്നു. എന്നൊന്നും ചെയ്യരുത് അർജുൻ സർ, പ്ലീസ്. അതുകൊണ്ട് സാറന്മാരങ്ങ് ചെല്ല്, ഇവളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഏട്ടാ, കെട്ടഴിക്കേട്ടാ. കൂടുതൽ നിന്ന് വിൽക്കപ്പെടാതെ കിട്ടുന്ന അടി വാങ്ങിച്ച് ഓടാം. ശരി മേഡം. ഞാൻ നോക്കിക്കോളാം. ഏട്ടാ, എടുത്തിട്ട് പോ. ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. ഐശ്വര്യ, വാ. വേഗം.
അർജുൻ അർജുൻ ഹം, അർജുൻ സാറ് പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയോ? എന്തിന്? അറിയില്ല. കൂടെ മഹി സാറും പോയിട്ടുണ്ട്. ജേട്ടാ, അർജുനും മഹിയും പുറത്തു പോയിന്ന് ജയേട്ടനോട് പറഞ്ഞിട്ടാണോ അവര് പോയത്? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. അവര് പോയതും അറിഞ്ഞില്ല. ഇന്നത്തെ സംഭവങ്ങളൊക്കെ വല്ലാതെ മനസ്സിൽ തട്ടിയായിരുന്നു എന്റെ കുട്ടിക്ക്. ഈ പാതിരാത്രി അവൻ എങ്ങോട്ടാണോ പോയത്? ഛേ, നീയൊക്കെ കുറെ എണ്ണ ഇവിടെ ഉണ്ടായിട്ടും അർജുൻ പുറത്തേക്ക് പോയത് ആരും കണ്ടില്ലേ? ഈ ഒരവസ്ഥയിൽ അവനെ പുറത്തേക്ക് വിടാൻ പാടില്ല എന്ന് നിനക്കൊന്നും അറിയില്ലേ? അവൻ ഇറങ്ങിപ്പോയതിന് നീ എന്തിനാ മറ്റുള്ളവരെ മെക്കിട്ട് കയറുന്നേ? ഈ വീട്ടിൽ സമാധാനം കിട്ടാതായപ്പോ അവൻ ഇറങ്ങിപ്പോയി. അവന്റെ ആ സമാധാനക്കേട് അവനായിട്ട് വരുത്തി വെച്ചതല്ലേ? അപ്പോ ആ സമാധാനക്കേട് അവൻ തന്നെ അനുഭവിക്കട്ടെ. നിന്റെ ഭാഗത്തും തെറ്റുണ്ട് രമേ. അനസൂയ അവന് താല്പര്യമില്ലെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് നീ എന്തിനാ ആ വിവാഹം നടത്താന്ന് പറഞ്ഞത്? അവന്റെ മനസ്സൊന്ന് തണുത്തിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുത്താ പോരായിരുന്നോ? ഇതിപ്പോ എല്ലാം എന്റെ കുറ്റമായോ? അവനൊരുത്തിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അത് സമ്മതിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതോ അവൾ ഒരു പെരുങ്കള്ളിയാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ അടിച്ചിറക്കി വിട്ടതോ? രണ്ടിലേതായാലും എനിക്ക് ഒരു പശ്ചാത്താപവും ഇല്ല. ഞാൻ പറയുന്നതും ചെയ്യുന്നതും അവന്റെ നല്ലതിനാണെന്ന് അവന് മനസ്സിലായില്ലെങ്കിൽ അവൻ എവിടെയാണെന്ന് വെച്ചാ പൊയ്ക്കോട്ടെ. ഞാൻ പറഞ്ഞതും മനസ്സിലാക്കുമ്പോ അവൻ തിരികെ വന്നോളും. നീ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ അവനെ കൊണ്ടിപ്പ പറ്റില്ല. അവന്റെ മനസ്സ് മുഴുവൻ ആ പെണ്ണ. അവളെ മറക്കാനും മറ്റൊരാളെ സ്നേഹിക്കാനും അവന് സമയം കൊടുക്കണം. മറ്റാരേക്കാളോ അത് മനസ്സിലാക്കി പെരുമാറേണ്ടത് അമ്മയായ നീയല്ലേ? അതിന്റെ ആവശ്യമില്ല.